Hi, welcome to another cute episode of Fashion Cafe by Pulimutil Silks with me, Ashwati. ഈ ക്യൂട്ട് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം അങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു സെഷനിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ക്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ ചിലവർ വിചാരിച്ചിട്ടുണ്ടാവും പെൺപിള്ളേരുടെ ആയിരിക്കുന്നത്. അല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞ ക്യൂട്ട് കുഞ്ഞുങ്ങളുടെയാണ്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി പറഞ്ഞ പാരൻസ്, പൊതുവേ ഉള്ള പാരൻസിൻ്റെ ഒരു ടോക്കുണ്ട്. നമ്മുടെ കുഞ്ഞു ഗേൾസിന് കളക്ഷൻ കൂടുതലാണ്. കോസ്റ്റ്യൂംസ്, ഈവൻ പാൻറ്റ് വന്നാലും ഫ്രോക്ക് വന്നാലും സ്കേർട്ട് വന്നാലും അവർക്കൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ആൺകുട്ടികൾക്ക് കളക്ഷൻ കുറവാണ്. ഇത് ഞാൻ കേട്ടോണ്ടിരിക്കുന്നതാണ് എൻ്റെ വീട്ടിൽ. ബിക്കോസ് എനിക്ക് ചേച്ചിയുടെ കുഞ്ഞുണ്ട്, അവൻ ചെറുക്കനാണ്. അപ്പോൾ അവന് ഇതേപോലെ കോസ്റ്റ്യൂംസിൽ കുറച്ച് പരാതിയാണ്. എന്താ ചിറ്റ എനിക്ക് മാത്രം ഇങ്ങനെ 2 കോസ്റ്റ്യൂമൊക്കെ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ നിക്കർ അല്ലെങ്കിൽ ജീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇവിടെ കേട്ടു ഇവിടെ ഒരുപാട് കളക്ഷനുണ്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റിയത്, ഈവൻ ബോയ്സിനാണേലും ഗേൾസിനാണേലും. അപ്പോൾ കുട്ടി കുറുമ്പന്മാർക്കും കുട്ടി കുറുമ്പിമാർക്കും പറ്റിയ കളക്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. പോയാലോ? അപ്പോൾ കുഞ്ഞുങ്ങളുടെ കളക്ഷൻസിൽ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ കുറച്ച് എപ്പിസോഡ്സ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഇവരുടെ എത്നിക് അല്ലെങ്കിൽ ഇവരുടെ ഒരു പാർട്ടി വെയർ മോഡ് ഓഫ് കോസ്റ്റ്യൂം നമുക്കൊന്ന് കാണാം. കാണിച്ചു തരാമോ? ഇതൊരു റെഡി ടു സാരിയാണ്. കുഞ്ഞുങ്ങൾക്ക് സാരിയോ? ഓ, ദാറ്റ്സ് നൈസ്. ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ നമ്മുടെ ഈ കിഡ്സിലെ? 15 വയസ്സ് വരെയൊക്കെ ഉള്ള പിള്ളേർക്കുള്ള യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ന്യൂ ബോൺ തൊട്ടുണ്ടാവും അല്ലേ? സോ ന്യൂ ബോൺ തൊട്ട് ഒരു 15 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ വെയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഗേളിന് ഒരു സ്കേർട്ട് വരുമ്പോൾ നമുക്ക് ഷിഫോണിലേക്ക് വരും. എന്നിട്ട് ടോപ്പ് വന്നിട്ട് ഇങ്ങനെ ബോഡിയിൽ വർക്ക് വരുന്ന ടൈപ്പ് ചെറിയ വർക്ക് വരുന്നിട്ടും അതിന്റെ സെന്ററിൽ തന്നെ ഒരു നാട പോലെ ഒരു ബെൽറ്റ് അല്ലേ? ഒരു ബെൽറ്റ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നു, സീക്വൻസ് ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, ഒരുപാട് കളേഴ്സും ഇതിനകത്ത് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ ഇത് കണ്ട സാരി വരാൻ നേരത്ത് എന്തായാലും അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇവിടെ വരാൻ നേരത്ത് എന്തായാലും കരഞ്ഞു വിളിച്ചിട്ടാണെങ്കിലും എന്തായാലും വാങ്ങിക്കും. നോക്ക്, നല്ല ഭംഗിയിൽ നമുക്ക് ഇതേപോലെ കുഞ്ഞുങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. അതിന്റെ കളർ ചേഞ്ച് ഉണ്ട്. ഇതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇത് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് സാറ്റിനിലേക്ക് ഫ്ലോറൽ പ്രിന്റ് വരുന്ന നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഗേൾസിന് വരുന്ന ഒരു ലാച്ചയാണ്. നല്ലൊരു ഓപ്ഷൻ ആട്ടോ ലാച്ച. അതിന്റെ ടോപ്സും വന്നിട്ട് നമുക്ക് അതേപോലെ ഫ്ലോറൽ പ്രിന്റും വരും, ചെറിയ ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. അതിന് ഒരു കോട്ട് പോലെ ഒരു കോട്ട് വരുന്നുണ്ട്. അയ്യോ, എന്ത് ക്യൂട്ടാണത്. ഇങ്ങനെ വരാം, കോട്ട് പോലെ വന്നിട്ട്. പിന്നെ ഒരു ഷോളും ഉണ്ട്. പിന്നെ അതിന്റെ ഷോള് വന്നിട്ട് നെറ്റിലേക്കാണ് അതിന് ഇത് വരുന്നത്. ശരി ശരി, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നോക്ക്, ബ്ലൗസിൻ്റെ ഒക്കെ വലിപ്പം നോക്ക്. ഓ, ഹൗ ക്യൂട്ട് ജാക്കറ്റിൻ്റെ. ഇപ്പം നിങ്ങൾ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ നല്ല ഭംഗിയിൽ ഫ്ലോറൽ ഇതിൽ പേസ്റ്റൽ കളേഴ്സിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി കളക്ഷൻ ഉണ്ട്. അയ്യോ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇത് അടുത്ത സെറ്റ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചുകൂടെ വലിയ ഗേൾസിന് വേണ്ടി നമുക്ക് പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ടൈപ്പാണ് ഇത്. സ്കേർട്ട് തന്നെ നെറ്റിൽ വരുന്ന അല്ലേ? ടോപ്പിലേക്ക് നല്ല വർക്ക് വരുന്ന ഹെവി വർക്ക് വരുന്ന ടൈപ്പ് നമുക്ക് അത്യാവശ്യം ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ ഷോളും വരുന്നുണ്ട്. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ഉണ്ട്, പല മോഡലുണ്ട്. സ്കേർട്ട് വന്നിട്ട് സാറ്റിൻ ടൈപ്പ് ഉണ്ട്, അങ്ങനെ പല മെറ്റീരിയൽ അവൈലബിൾ ആണല്ലേ? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെ പോലെ തന്നെ കുട്ടികൾക്കും കോമ്പറ്റീഷൻ വളരെ മുന്നോട്ടാണ്. വേറൊന്നുമല്ല, അവർക്കും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഒരു കോസ്റ്റ്യൂം കണ്ടിട്ട് ഓഹോ, നിങ്ങളുടെ കല്ല് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് അധികം എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടൊരു സംഭവമാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കില്ല? പറയാറില്ലേ? വീട്ടിൽ പറയാറുണ്ടോ കുഞ്ഞുങ്ങൾ ഇതേപോലെ? ചോദിക്കാറില്ലേ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ? ഇവിടെ വരുന്ന കുട്ടികളും ചോദിക്കുന്ന ചേച്ചി കേട്ടിട്ടില്ലേ? ഉണ്ടല്ലേ? വാശിയൊക്കെ പിടിച്ചിട്ടാണല്ലോ അവർക്ക് ഇഷ്ടമുള്ള എന്തായാലും അവർ എടുത്തിരിക്കും. എൻ്റെ വീട്ടിലെ ആളും അത് തന്നെയാണ്, അവൻ എടുത്തിരിക്കും അവന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതേപോലെ അതാ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ചിലവർക്ക് ഈ കല്ല് കുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലവർ അങ്ങനത്തെ യൂസ് ചെയ്യില്ല. അപ്പം രണ്ട് വിഭാഗക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ കല്ലുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും കുത്തുന്നതാണെങ്കിലും കുത്താത്തയാണെങ്കിലൊക്കെ ഉള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ ചെറിയ സ്കേർട്ട് വരും, എന്നിട്ട് അതിന് ടോപ്പ് വന്നിട്ട് ടോപ്പ് വരുന്നത് മെഡിയും ടോപ്പും പോലെ നമുക്ക് സെറ്റ് ആയിട്ട് വരുന്ന ആണല്ലേ? ഒരു പാറ്റേൺ. ചേട്ടാ, ഈ സ്കേർട്ട് എനിക്ക് കയറുമോ?
എന്നാൽ ഞാൻ ഇട്ടിരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന സ്കേർട്ടിൻ്റെ ഒരു ചെറിയ വേർഷൻ ആൻഡ് ഇറ്റ്സ് റിയലി സോ ക്യൂട്ട്. നല്ല ഭംഗിയുണ്ട്. ഡോട്ട്സിൽ വരുന്നത് അല്ലേ, പൊൽക്ക ഡോട്ട്സ്, നമ്മുടെ പഴയ കാലത്തെ ഓർമ്മകൾ. നല്ല ഭംഗിയുണ്ട്, ക്യൂട്ട്. അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ്, ക്രേപ്പ് മോഡൽ വരും. സ്കേർട്ട് വന്നിട്ട് ടോപ്പ് വന്നിട്ട് നമുക്ക് വെസ്റ്റേൺ ടൈപ്പ് ഇങ്ങനെ വരുന്ന ടൈപ്പ് ഒരു മോഡലാണ് തന്നെ ഒരു ടോപ്പും വരും. ശരി ശരി ശരി, നല്ല രസം. മാച്ചിങ് ആയിട്ട് ഇത് അവിടെ നെക്കിൻ്റെ അവിടെ ഒരു ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗി. അത് ഇതിനോട് മാച്ചായിട്ടുള്ള പ്രിന്റിൽ തന്നെയാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് സാറ്റിൻ ടൈപ്പ് ഫ്രോക്ക് വരുന്നുണ്ട്, കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ സാറ്റിൻ ടൈപ്പ് ഫ്രോക്ക്. ഒരു വഴിയില്ലല്ലോ, ഇതൊക്കെ കണ്ടിട്ട് എനിക്കിടാൻ തോന്നുന്നുണ്ട്, പക്ഷെ നടക്കത്തില്ല. വേറൊരു അതെ അല്ലേ, ഭംഗിയുണ്ട്. അപ്പോൾ കൂടുതലും നമ്മുടെ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഏതാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്? ലൈക്ക് ഇതേപോലത്തെ കോസ്റ്റ്യൂംസ് ആണോ അതോ കുറച്ച് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് എടുക്കുന്നതല്ലേ കംഫർട്ടബിൾ ആണെങ്കിലും നമുക്ക് മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് കോട്ടൺ ടൈപ്പ് ആണ് വരുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇറിറ്റേഷൻ ചൂട് കൊടുക്കാൻ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, സോഫ്റ്റ് ആണ്, കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ട്. ഫ്ലോറൽ പ്രിന്റ് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ബോയ്സിനും നമുക്ക് പാർട്ടി വെയർ അവൈലബിൾ ആണ്. ബോയ്സിന് വരുമ്പോഴത്തേക്കും നമുക്കിത് കോട്ടൺ സിൽക്കിൽ വന്നിട്ട് ഒരു കുർത്ത മോഡൽ വരുന്ന ടൈപ്പാണ്, ഫ്ലോറൽ പ്രിന്റ് വരുന്ന. ഇത് പുതിയ മോഡൽ വന്ന ഫ്ലോറൽ പ്രിന്റ് വന്ന് അതിന്റെ ബോട്ടവും അതിന്റെ കൂടെ സെറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത്. ബോയ്സിന് ഒരു ഷർവാണി ടൈപ്പ് അല്ലേ, ഷോൾ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇത് കുർത്ത മോഡൽ, കുർത്തയും ഇതേപോലെ നല്ലൊരു ക്രീം കളർ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻസ് ഒക്കെ ആയിട്ട് വരുന്ന നമ്മുടെ ആൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഷോളുള്ള മോഡലുണ്ട്. ഷർവാണി ടൈപ്പ് അല്ലേ, പ്രോപ്പർ ഷർവാണി ടൈപ്പ് ഷോളുള്ള. അതാ നിങ്ങൾക്ക് ഷോളൊക്കെ യൂസ് ചെയ്ത്, എനിക്ക് ഷോള് കാണാൻ നേരത്തെ നമ്മുടെ ഈ മൂവി ഓർമ്മ തന്നെ, അമർ അക്ബർ ആൻ്റണിയിൽ പിഷാരടി ഷോളും കറക്കിക്കൊണ്ടുവരുന്ന അതേ ഒരു മൂഡിലൊക്കെ നിങ്ങൾക്കും പോകാം ഇതേപോലെ ഫങ്ഷൻസിനൊക്കെ. റിയലി പ്രിറ്റി ഗുഡ് വൺ. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോ വെസ്റ്റേൺ എന്ന് പറയുന്ന ഒരു പാറ്റേൺ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ബീഡ്സ് നമുക്ക് ഇങ്ങനെ കുറച്ച് പാർട്ടി വെയർ ആയിട്ട് വരുന്ന ടൈപ്പാണ്, ബോയ്സിന് കൊടുക്കുന്ന ടൈപ്പാണ്. ഈ ക്ലോത്ത് ബ്രൊക്കേഡ് ആണ്, ബ്രൊക്കേഡ് മെറ്റീരിയലിൽ വരുന്നത്. ബോട്ടം വന്നിട്ട് നമുക്ക് നമ്മുടെ ചുരി ബോട്ടം പോലെ ഇങ്ങനെ വരും. ഓ ശരി. ഇതിന്റെ ഒക്കെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയായിരിക്കും? ഇത് നമ്മളിപ്പം 2000 ആ റേഞ്ചിൽ ഉണ്ട്, നമുക്ക് 1500 ആ റേഞ്ചിൽ, എല്ലാ റേഞ്ചിലും നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് 1000 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? വരുമ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് ഉറപ്പായിട്ടും വരുള്ളൂ. അതെ അതെ, ബ്രൊക്കേഡൊക്കെ ആയതുകൊണ്ട് തന്നെ. ശരി ശരി, നല്ല ഭംഗിയുള്ള കളക്ഷൻ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻ ഉണ്ടെന്ന്. യെസ്, ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്, പല പല കളേഴ്സിൽ ഇതോ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, ചൂസ് ചെയ്തെടുക്കാം. യെസ്, നല്ല ഭംഗിയുണ്ട്. ഓ ബട്ടൺസ് ഒക്കെ ഒരു ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല ഉണ്ട്, ബട്ടൺസ് ഉണ്ട്, ഗോൾഡൻ ബ്ലാക്കിലൊക്കെ വരുന്ന ബട്ടൺസ്. ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഒരു ഗോൾഡൻ കളറിലൊരു ഡിസൈനൊക്കെ വരുന്നുണ്ട്. പ്രിറ്റി വൺ, നൈസ്. അപ്പോൾ ഫെസ്റ്റീവ്സിനാണെങ്കിലും വെഡിങ്സിനാണെങ്കിലും നോർമൽ പർപ്പസിനാണെങ്കിലും എല്ലാത്തിനും പറ്റിയ കിഡ്സിന് പറ്റിയ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിനി വാശി പിടിക്കുകയൊന്നും വേണ്ട, വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാം. അമ്മ അച്ഛനെയൊക്കെ ഒന്ന് സോപ്പിട്ടിങ് പോരെ. അത് മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം. നമ്മുടെ പുളിമൂട്ടിൽ സിൽക്സിൻ്റെ വാട്സപ്പ് ഒരു നമ്പറുണ്ട്, അതിൽ നിങ്ങൾക്ക് സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിലും ഇതേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും ആൾക്കാരുണ്ട്. ആൻഡ് ഐ ലവ് ദ കളക്ഷൻ. ഇനി വേറെ കാര്യം പറയാനാണെങ്കിൽ, നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടൈം ഒട്ടും പുറകോട്ട് പോയിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അത് മാത്രമല്ല ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേപോലത്തെ ഹ്യൂജ് കളക്ഷൻസ് ഒക്കെ കാണുക, നിങ്ങൾ വരിക. ദൂരത്തു നിന്നുള്ള ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട. സോ അടുത്തൊരു എപ്പിസോഡിൽ ഇതേപോലത്തെ വൈഡ് വെറൈറ്റീസ് കാണാം. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ്. ബൈ ബൈ.